എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഹോളിവുഡ് സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹംഗ്രി. ഒരു ചതുപ്പ് നിലത്തിലൂടെ ബോട്ട് യാത്ര നടത്തുന്ന ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ വേട്ടയാടുന്ന ഒരു കൂറ്റൻ ഹിപ്പോപ്പൊട്ടാമസിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ജെയിംസ് നൺ രചനയും സംവിധാനം നിർവഹിച്ച് 2026-ൽ പുറത്തിറങ്ങിയ ഈ ഹോളിവുഡ് സർവൈവൽ ത്രില്ലർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലയൺസ്ഗേറ്റ് പ്ലേ ആണ്. ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഡയറക്റ്റ് OTT-യിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ടേണിംഗ് പോയിന്റ്. സാധാരണ സോംബി ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അടച്ചുപൂട്ടിയ ഒരു വീടിനുള്ളിൽ നടക്കുന്ന അതിജീവനത്തിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ജോഷുവ വാഗ്നർ രചനയും സംവിധാനവും നിർവഹിച്ച് DJ ക്വാൾസ് പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമ ഓഗസ്റ്റ് മാസം 25 മുതൽ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ഇന്ത്യക്ക് വെളിയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആൽഫ. ആലിയ ഭട്ട്, ശർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2026 ജൂലൈ മാസം 3-ന് തിയേറ്ററുകളിലെത്തിയ ഈ സിനിമ യാഷാജ് ഫിലിംസിന്റെ 7ാം ചിത്രമാണ്. അനിൽ കപൂർ, ബോബി ഡിയോൾ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹോളിവുഡ് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർ മാൻ. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT-യിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഈ മൂവി ഒരച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധവും ആകാംക്ഷയും ഭയവും ജനിപ്പിക്കുന്ന നിഗൂഢതകളും നിറഞ്ഞതാണ് ഈ മിസ്റ്ററി ത്രില്ലർ ചിത്രം. ഓഗസ്റ്റ് മാസം 28 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് കോർട്ട് റൂം ലീഗൽ ഡ്രാമ വെബ് സീരീസ് ആണ് ദി കോർട്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT-യിൽ റിലീസ് ചെയ്യാനാകുന്ന ഈ സീരീസിൽ സംസാരത്തിൽ വിക്കുള്ള ഒരു യുവ അഭിഭാഷകയാണ് ഈ കഥയിലെ നായിക. നീതിക്ക് വേണ്ടി പോരാടുന്ന അവൾ കോടതിയിൽ പേരും പ്രശസ്തിയുമുള്ള വക്കീലായ തന്റെ സ്വന്തം പിതാവിനെതിരെ കോടതിയിൽ നിൽക്കേണ്ടി വരുന്നതും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. യോഗലക്ഷ്മി, ജയപ്രകാശ്, മഹാലക്ഷ്മി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT-യിൽ റിലീസ് ചെയ്യുന്ന ഈ സീരീസ് സെപ്റ്റംബർ മാസം 4 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉന്മാദം. കുഞ്ചാക്കോ ബോബൻ, ലിജോ മോൾ ജോസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ ഒരു കേസ് ഫയലിനെ പിന്തുടരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മാനസികാവസ്ഥയും അതിന് പിന്നിലെ നിഗൂഢതകളുമാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലീവ് ആണ്. സെപ്റ്റംബർ മാസം 4-ാം തീയതി മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് റിലീസ് ചെയ്യാനൊരുങ്ങുന്ന ഒരു സീരീസാണ് ഗാന്ധാരി. ഈ ആക്ഷൻ റിവഞ്ച് ത്രില്ലർ സീരീസ് മഹാഭാരതത്തിലെ ഗാന്ധാരി എന്ന കഥാപാത്രത്തിന്റെ ചില തീമുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ചതാണ്. ഈ സീരീസ് സെപ്റ്റംബർ 3 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി അഡ്വഞ്ചർ ഫാന്റസി കോമഡി ചിത്രമാണ് വെൽക്കം ടു ദ ജംഗിൾ. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത് അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, രവീണ ടണ്ടൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി. നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ മാസ് ആക്ഷനുകളും കാർച്ചേസുകളും നിറഞ്ഞ് വളരെ ആകാംക്ഷയോടെ കാണാൻ കഴിയുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരനായ രാജീവൻ അപ്രതീക്ഷിതമായി ഒരു ബാങ്ക് കൊള്ളയ്ക്ക് സാക്ഷിയാകുന്നതും കൊള്ളക്കാർ അദ്ദേഹത്തെ ബന്ദിയാക്കുന്നതും ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും E4 എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഹക്കീം ഷാജഹാൻ, വിജയരാഘവൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ ഡിസാസ്റ്റർ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 20 കോടി മുതൽ 35 കോടി രൂപ വരെയാണ്. എന്നാൽ ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടി 14 ലക്ഷം മുതൽ 15 കോടി 30 ലക്ഷം വരെയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് റൊമാന്റിക് ഡ്രാമ ചിത്രമാണ് ചെന്നൈ ലവ് സ്റ്റോറി. കിരൺ അമ്പാരം, ശ്രീഗൗരി പ്രിയ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമ സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമാണ് പ്ലൂട്ടോ. 2026 ജൂലൈ മാസം റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ആദിത്യൻ ചന്ദ്രശേഖറാണ്. നീരജ് മാധവ്, അൽതാഫ് സലീം എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇവരെ കൂടാതെ അഷ, ചാന്ദിനി ബൈജു, അജു വർഗീസ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു സാധാരണ കേരള ഗ്രാമത്തിൽ അന്യഗ്രഹ ജീവിയുടെ പേടകം തകർന്നു വീഴുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സൈന പ്ലേയിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.